കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, പേരാമ്പ്രയിൽ പോലീസ് പറഞ്ഞത് പോലീസ് പാലിക്കുന്നു. UDF-ന്റെ ഭാഗത്തു നിന്നാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നതല്ല ഉറച്ചു നിൽക്കുന്നു. UDF അത് നിഷേധിക്കുമ്പോഴും ഇപ്പോൾ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്? അരുൺകുമാർ, അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നേ ഉള്ളൂ. ഏതായാലും UDF പ്രവർത്തകർ തന്നെയാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോൾ DYSP ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഈ ഒരു FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധം അത് കോൺഗ്രസ് ഉയർത്തിയതാണ്. തങ്ങളല്ല ഈ രീതിയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്, പോലീസ് തന്നെ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് എന്നൊക്കെയുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു വാദം. അവരങ്ങനെയാണ് ഒരു ന്യായീകരണമായി അതിനെ പറയുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം, അതായത് ആദ്യഘട്ടത്തിൽ പേരാമ്പ്രയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസമാണ് പോലീസിനു നേരെ ഒരു സ്ഫോടക വസ്തു എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും പോലീസ് UDF പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഇന്നലെ DYSP ഉൾപ്പെടെ റൂറൽ SP ഉൾപ്പെടെ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തിയതാണ്. അവിടെ ചാക്കുനൂല് പോലെയുള്ള വസ്തുക്കളാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതായത് നാടൻ ബോംബിന് സമാനമായ ചില വസ്തുക്കളൊക്കെ ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ കസ്റ്റഡിയിലെടുക്കൽ നടപടിയിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 5 പേരാണ്, 5 UDF പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ പോലീസ് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് തുടങ്ങിയ പേര് വിവരങ്ങൾ, അവരുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ ഇനി? അരുൺകുമാർ, അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഘർഷമൊക്കെ ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇത് CPM-ന്റെയും പോലീസിന്റെയും തിരക്കഥയാണ്. ഇവർ രണ്ടുപേരും നടത്തിയ നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെയുള്ള ആരോപണമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതിലാദ്യം ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത കേസ് അത് CPM-ന്റെ ഒത്താശയോടുകൂടി പോലീസ് എടുത്തതാണ് എന്ന് പറയുന്നു. പിന്നാലെ ഈ UDF പ്രവർത്തകർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന പേരിൽ എടുത്ത കേസ് അതും പോലീസ് നടത്തിയ നാടകമാണ്. ഈ സംഭവങ്ങളൊക്കെ വഴിതിരിച്ചു വിടാൻ എന്നുള്ള ആരോപണമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ട് പോലീസ് ഇപ്പോൾ 5 UDF പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അരുൺകുമാർ, കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ഈ 5 പേർ മാത്രമല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള വിവരം കൂടി പോലീസ് ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഇപ്പോൾ 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാരനെ എതിരെ നടപടി വേണം എന്ന് കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെടുമ്പോഴാണ് UDF-കാരായ 5 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ കണ്ട ആ ദൃശ്യങ്ങളാണ്. സ്ഫോടക വസ്തു UDF-കാരൻ നിൽക്കുന്നതിൻ്റെ പുറകിലത്തെ ഭാഗത്തു നിന്നാണ് അത് പോകുന്നത്. എറിഞ്ഞ ആളുടേത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പക്ഷേ അത് വന്നിരിക്കുന്നത് UDF പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഭാഗത്ത് പുറകിൽ നിന്നും മുകളിലേക്ക് ആ സ്ഫോടക വസ്തു പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് പോലീസ് വിശ്വസിക്കുന്നത് UDF പ്രവർത്തകരാണ്. അവിടെ നടത്തിയ പല CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ UDF അത് നിഷേധിക്കുകയാണ്. തങ്ങൾ അവിടെ സംഘടിക്കാനെത്തിയപ്പോൾ സ്ഫോടക വസ്തു ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. അത് മനഃപൂർവ്വം പോലീസുകാർ തന്നെ ഉണ്ടാക്കിയ തിരക്കഥയാണ് എന്നതാണ് UDF-ന്റെ ആക്ഷേപം. ഇന്നിപ്പോൾ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് എന്തായി തീരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഇന്നത്തെ ദിവസം പേരാമ്പ്രയിൽ LDF സംഘടിപ്പിക്കുന്ന വിശദീകരണ യോഗമുണ്ട്. സംഘർഷവും അതേ തുടർന്ന് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റതടക്കമുള്ള സംഭവങ്ങൾ അത് വിശദീകരിക്കാനാണ് യോഗം. അതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ 5 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ LDF അതിലൊരു ഗൂഢാലോചന കൃത്യമായിട്ടും ഇന്ന് പറയും. നടന്നത് ഷാഫിയുടെ ഷോയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരോ UDF പ്രവർത്തകരോ ആണെന്ന് തെളിഞ്ഞാൽ അത് വലിയ ക്ഷീണമാവുകയും ചെയ്യും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ യോഗം ഉദ്ഘാടനം ചെയ്യും. അഭിജിത്ത്, ഇന്നിപ്പോൾ ഈ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. സ്വാഭാവികമായ പ്രതികരണങ്ങളും പ്രതിഷേധവും ഉണ്ടാവും. ഇതിനിടയിലാണ് ഇന്ന് LDF-ന്റെ വിശദീകരണ യോഗമുള്ളത്. ആ വിശദീകരണ യോഗത്തിലും എന്തെങ്കിലും പ്രതിഷേധത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ അഭിജിത്ത്? അരുൺകുമാർ, ഈ ഒരു കസ്റ്റഡിയിലെടുക്കലോടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ അവർ വാദിച്ചിരുന്നത് തങ്ങളല്ല ഇങ്ങനെ ഒരു സംഭവം നടത്തിയത്, അത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ആരെങ്കിലും UDF പ്രവർത്തകർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ എന്നുള്ള വെല്ലുവിളിയാണ് ഇന്നലെ DCC അധ്യക്ഷൻ നടത്തിയത്. പക്ഷേ ഏതായാലും ഇപ്പോൾ പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇത് വലിയൊരു ആയുധമാക്കുക എന്ന ലക്ഷ്യം ഏതായാലും LDF-നുണ്ടാകും. കാരണം ആദ്യഘട്ടത്തിൽ LDF ഒന്ന് പ്രതിരോധത്തിലായതാണ്. അത് ഈ പോലീസിന്റെ റൂറൽ SP-യുടെ തുറന്നു പറച്ചിലോടുകൂടിയായിരുന്നു. ഷാഫി പറമ്പിൽ
എം പിക്ക് നേരെയുണ്ടായ ആക്രമണം, പോലീസിന്റെ ലാത്തിയടി, അത് തങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലർ മനഃപൂർവ്വം നടത്തിയ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നൊക്കെയായിരുന്നു റൂറൽ എസ് പി പറഞ്ഞിരുന്നത്. അതോടുകൂടി പോലീസിനെ ന്യായീകരിച്ച CPM വെട്ടിലായി. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ഈ വന്ന സംഭവം അതൊക്കെ LDF രാഷ്ട്രീയ ആയുധമാക്കും. ഏതായാലും ഇനിയും ഒരു പക്ഷേ ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു കസ്റ്റഡിയിലെടുക്കലുണ്ടായി, അതിന് പിന്നാലെ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നു. ഏതായാലും തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇരുവിഭാഗവും നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അഭിജിത്താണ് ഈ വാർത്ത ആദ്യം കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കേസ് ചാർജ് ചെയ്ത് 5 UDF പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്.